സാരിത്തലപ്പ് കൊണ്ട് മുഖം തുടച്ചു. ഈശ്വരനെ വിളിച്ച് അമ്മ താടിക്ക് കൈ കൊടുത്തു. ആശങ്കയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനാണെങ്കിൽ ഇവരെ കലാപരിപാടി കണ്ട് സകല കിളിയും പോയി നിൽക്കുകയാണ്. മുഖം കണ്ടിട്ട് സംഗതി അത്ര പന്തിയല്ല. എന്തോ കണ്ട് പേടിച്ചേ തന്നെ. മൗനത്തെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് രണ്ടും. ഒന്നും ഉരിയാടുന്നില്ല. ഇങ്ങനെ പോയ വൈകുന്നേരമായാലും ഒന്നും നടക്കൂലെന്ന് എനിക്ക് തോന്നി. എന്താ അമ്മേ, എന്തിനാ ഓടിയത്? ആകാംക്ഷ അടക്കാനാവാതെ ഞാൻ ചോദിച്ചു. ചോദിക്കുന്ന കേട്ടിട്ടും മുഖത്തോട് മുഖം നോക്കുന്നതല്ലാതെ ഒന്നും മിണ്ടണില്ല. അതോടെ എനിക്ക് വാശി കയറി. പറഞ്ഞില്ലെങ്കിൽ വാതിൽ തുറക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കാലി വെച്ചതും അമ്മ ചാടി എണീറ്റു. ഗൗരിയെ, എൻ്റെ കുട്ടി തുറക്കല്ലേ, ചതിക്കല്ല മോളെ. അമ്മ എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. അങ്ങനെ വായിക്കുവായോ, വേഗം പറയ്. ഞാൻ തിടുക്കം കൂട്ടി. എന്തിനാ കുട്ടിയെ നീ ആ ദേവജത്തിനോട് ഏറ്റുമുട്ടാൻ പോയേ? അവൻ ആരാണെന്ന് നിനക്കറിയോ? അച്ചമ്മയാണ് ഇപ്രാവശ്യം സംസാരിച്ചു തുടങ്ങിയത്. അവൻ കാണുന്ന പോലെയൊന്നല്ല, മൂർഖമ്പാമ്പാണ്. നോവിച്ചു വിട്ടാൽ പകരം വീട്ടുന്നത് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. അച്ചമ്മ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആകാംക്ഷയിലേറെ അവരുടെ മുഖത്ത് കണ്ട ഭയമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ ദുഷ്ടൻ ഇങ്ങനെ പേടിക്കാൻ മാത്രം എന്തിരിക്കുന്നു? അച്ചമ്മ പോലും അവനെ ഭയക്കുന്നു. മോളെ, ഒന്നും മിണ്ടാതെ നിൽക്കുന്ന എന്നെ നോക്കി അമ്മ വിളിച്ചു. അവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും തെല്ലൊരു കണിക ഭയം പോലും എന്നിൽ ഉടലെടുത്തില്ല. നിങ്ങൾ തമ്മിൽ ഇന്നലെ ഉണ്ടായതെല്ലാം ഹസനിക്ക് ഞങ്ങളോട് പറഞ്ഞു. അവൻ തെമ്മാടിയാണ് കുഞ്ഞി. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാതെ നെറികെട്ടവൻ. എൻ്റെ കുട്ടീനെ കൈ കിട്ടിയ എന്താ അവൻ ചെയ്യുക എന്നൊരു നിശ്ചയമില്ല. ഈശ്വര, എന്താ ഇപ്പം ചെയ്യുക? ഒരു ആൺകുട്ടി പോലും ഈ വീട്ടിലില്ല. അമ്മ സാരിത്തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പി. അമ്മേ, അവൻ ഇന്നും ഒന്നും ചെയ്യൂല. പോരെ എൻ്റെ അമ്മക്കുട്ടിക്ക്? കരഞ്ഞു തുടങ്ങി അമ്മയുടെ മുഖത്ത് വിരലോടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എൻ്റെ കുട്ടി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. പൂന്താനത്തിലെ നമ്പൂരിച്ചക്കനാണ് അവൻ. കണ്ടാൽ ആരും പറയൂ തെമ്മാടികൾക്കൊപ്പമാണ് അവൻ്റെ സഞ്ചാരം. അവൻ്റെ കൂടപ്പിറപ്പിനെ കയറി പിടിച്ചപ്പോൾ തടയാൻ ചെന്ന ചെറിയച്ഛനെ ഒറ്റ ചവിട്ടിനെ ജീവച്ചവമാക്കി അവൻ. വർഷങ്ങൾ 15 കഴിഞ്ഞിട്ടും അയാൾ എണീറ്റിട്ടില്ല. ഇപ്പോഴും തിന്നാൻ വായിൽ വെച്ച് കൊടുക്കണം. കിടന്നിടത്ത് തന്നെ അനങ്ങാനുള്ള ശേഷി കൂടിയില്ല. അന്ന് നാടുവിട്ട ദേവജിത്ത് ഇപ്പോഴാണ് വരുന്നത്. അവനെ ഭയന്ന് അവർ വീട്ടിലേക്ക് കയറ്റി. മാത്രമല്ല മോളെ, അച്ഛനെ കൊന്നവരെ അവന് നേരിട്ടറിയാം. പക്ഷെ ഒരു കോടതിയിലും അവൻ അവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. അന്ന് കവലയിൽ ഉള്ളവരുടെ കൂട്ടത്തിൽ അവനും ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അത്രക്കുണ്ട് മോൾ അവൻ്റെ കഥകൾ. എൻ്റെ കുട്ടീനെയും അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന എല്ലാവരും പറയുന്നത്. പറഞ്ഞു തീർന്നപ്പോഴേക്കും അമ്മ 2-3 കപ്പ് വെള്ളം അകത്താക്കിയിട്ടുണ്ട്. ഈ ജാതി പേടിയോ, പാവം. ഇതൊക്കെ കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. ഓ, അപ്പം അതാണ് കാര്യം. നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് രണ്ടാളെയും. ഗൗരിക്ക് ഈ വക ഭയപ്പെടുത്തലൊക്കെ വെറും ഗ്രാസാണ്. അവൻ എത്ര വലിയ തമ്മാടിയാണേലും എൻ്റെ പ്രതികാരം ഞാൻ വീട്ടും. തൽക്കാലം ഇതെല്ലാം കേട്ടില്ലെന്ന് വെക്കാം. ഞാനൊന്നും മിണ്ടാതെ അമ്മ കൊണ്ടുവന്ന സഞ്ചി എടുത്ത് ആൾക്കാരിലേക്ക് നടന്നു. അവിടെ നിന്നാൽ ലക്ഷ്യം മറന്ന് പൂച്ചക്കുട്ടിയാവും. സഞ്ചിയിൽ ഇച്ചിരി പൊടിയേരിയും ഉണക്കമാതയും. അത് കണ്ടതും വായിൽ വെള്ളമൂറി. നിമിഷ നേരം കൊണ്ട് രണ്ടും അടുപ്പത്തായി. അമ്മ ഇടയ്ക്ക് വന്ന് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട്. മീൻ മറിച്ചിടുന്നതിനിടെ ഇടങ്ങണിട്ടൊന്ന് അമ്മയെ പാളി നോക്കി. പാവം, ഇപ്പോഴും ഭയമാണ് മുഖത്ത്. എന്തിനാണ് ആ മൂർഖനെ നോവിച്ചു വിട്ടെന്ന ചോദ്യഭാവം എൻ്റെ നേർക്ക് വരുന്ന നോട്ടത്തിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നതല്ലോ, അവൻ ഇങ്ങോട്ട് വന്നതല്ലേ. കഞ്ഞിപ്പാത്രങ്ങളിലേക്ക് ഒഴിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുവച്ചു. മാതയും ഉപ്പിലിട്ട കണ്ണിമാകയും കൂട്ടി ഞാൻ സമൃദ്ധിയായി കഞ്ഞി കുടിച്ചു. അപ്പോഴും അവരൊന്നും കഴിച്ചിട്ടില്ല. കുറെ ഞാൻ പറഞ്ഞു നോക്കി. ഒടുവിൽ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തേണ്ടതായി വന്നു. കുറച്ച് കുടിച്ച് പാത്രം കൊണ്ടേ വെച്ച് അമ്മ പകുതി ജനാൽ തുറന്നു വെച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ഒന്നും മിണ്ടാതെ അച്ചമ്മയും കിടന്നു. പുറത്തു പോയി വന്നാൽ കുളിക്കാതെയും അലക്കാതെയും ഭക്ഷണം കഴിക്കാത്തവർ 2 പേരും ഭയന്നിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. വയറ് നിറഞ്ഞപ്പോൾ ഞാനും വന്ന് അച്ചമ്മയുടെ അരികെ കിടന്നു. സൂക്ഷിച്ച കൈകൾ കൊണ്ട് വാരി പുണർന്ന് എൻ്റെ മുടിയിൽ വിരലോടിച്ചു. എണ്ണക്കുപ്പി കൊണ്ടുവാ, അച്ചമ്മ തേച്ചു തരാം. ഇനി കുളിക്കാനൊന്നും പോണ്ട. ആരും കേൾക്കാത്ത വിധത്തിൽ പതിയെ ചെവിയിൽ പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് തിരഞ്ഞു കിടന്നും അച്ചമ്മ പിന്നൊന്നും പറഞ്ഞില്ല. ആ സ്നേഹത്തലോടിൽ ഞാൻ അല്പനേരം ഒന്ന് മഴങ്ങിപ്പോയി. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. കണ്ണും കിള്ളിപ്പൊളിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ അമ്മയുണ്ട് കിടകിടാ വിറച്ചെങ്ങനെ നിൽക്കണം. അച്ചമ്മയും ഭയത്തോടെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു. വീണ്ടും ടെക് ടെക് ശബ്ദം കേൾക്കുന്നു. വാതിൽ ആഞ്ഞുമുട്ടുന്ന ശക്തിയിൽ അതിൻ്റെ അടിഭാഗം വല്ലാതെ വിണ്ടു നിൽക്കുന്നു. അടുത്തൊന്നിന് വാതിൽ പൊളിയും എന്ന തോതിൽ എത്തിയിരിക്കുന്നു. അമ്മയുടെ ഭാവത്തിൽ നിന്നും പുറത്തു നിൽക്കുന്നതാരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വാതിലിപ്പോൾ പൊട്ടിത്തകരും. ചാടി എണീറ്റ് നിലത്തേക്ക് ഇറങ്ങി കട്ടിൽ പിടിച്ച് വാതിലിനടുത്തേക്ക് തള്ളി. വലിയൊരു ശബ്ദത്തോടെ അത് ചെന്ന് വാതിൽ തട്ടി നിന്നു. 3 പേര് നിശബ്ദമായി ഇരിക്കുന്നത് കൊണ്ട് അവൻ പറയുന്നത് ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. പിന്നെ ഞാൻ എടുത്തോളാം മടി ചൂലേ എന്നൊക്കെ പറയുന്നത് കേട്ട് ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ആര് പേടിക്കുന്നു ഈ കണവനെ? പോയി പണി നോക്കാൻ പറ.
ഇത് ഗൗരിയാണ്. പെണ്ണുങ്ങളുടെ ഇടയിൽ തന്നെ അപൂർവമായി കാണുന്ന നിലവാരമുള്ള ഒരു ടൈപ്പ് സാധനം. ദുർവാസാവിൻ്റെ കൊച്ചുമകൻ തന്നെ. ഞാനെങ്കിൽ പൊരിഞ്ഞ ചിരി, അവരെങ്കിൽ വിറച്ചു നിൽക്കുന്നു. ഞാൻ ചുണ്ടും കൂട്ടി ഇതൊക്കെ പുല്ല് എന്ന ഭാവത്തിൽ കട്ടിയിൽ കയറിയിരുന്നു. കഞ്ഞിക്ക് കൊണ്ടുവച്ചിരുന്ന ഉപ്പുമാങ്ങയും കടിച്ച് പല്ല് പൊളിച്ച് കണ്ണടച്ച് തുറന്നപ്പോഴും അമ്മയുടെ കണ്ണുനീർ ഉണങ്ങിയിട്ടില്ല. ചോർന്നൊലിക്കുക തന്നെയാണ്. അത് കണ്ടപ്പോൾ എനിക്കും സങ്കടം വന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ശബ്ദമൊന്നും കേൾക്കാതായി. അവൻ പോയിന്ന് ഞാൻ ഉറപ്പിച്ചു. കട്ടിൽ നീക്കി വാതിൽ തുറക്കാൻ ഒരുങ്ങിയെങ്കിലും അമ്മ സമ്മതിച്ചില്ല. എനിക്കാണെങ്കിൽ ആകാംക്ഷ അടക്കാനും വയ്യ. ഒടുവിൽ അമ്മ പറഞ്ഞത് കേൾക്കാതെ വാതിൽ തുറന്നു. ഉമ്മറത്തിറങ്ങിയപ്പോഴേക്കും നാട്ടുകാർ മൊത്തം വീട് വളഞ്ഞിട്ടുണ്ട്. ചുമ്മാതല്ല അവൻ പോയത്. എന്നെ കണ്ടതും വല്ല ഭീകരജീവിയെയും കണ്ട പ്രതീതിയിൽ നിൽക്കാണ് ഓരോന്നും. അത് കണ്ടതും എനിക്ക് നിയന്ത്രണം വിട്ടു. തറയിൽ 2 ചവിട്ടും ചവിട്ടി അവരെ രൂക്ഷമായി നോക്കി. ദേഷ്യത്തോടെ കോലായിൽ വെച്ചിരുന്ന കിണ്ടിയെടുത്ത് വെള്ളം തിണ്ണയിലൂടെ ഒഴുക്കി കാറിക്കുറിച്ച് മുറ്റത്തേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് ഞാൻ അകത്തേക്ക് തന്നെ കയറി. രാവണനെ കാണാൻ കുറെ അസുരന്മാര് വന്നേക്കുന്നു. നനക്കാതെയും കുളിക്കാതെയും കിടന്നുറങ്ങിയും അന്ന് നേരം വൈകുന്നേരമാക്കി. അവരും അതേ ഇരിപ്പ് തുടർന്നു. ഉച്ചയ്ക്ക് കൊടുത്ത കഞ്ഞിപ്പാട കെട്ടിക്കിടക്കുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പോലുമില്ല. അവരുടെ അവസ്ഥ കണ്ട് ഞാൻ അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നു. ആ ദുഷ്ടൻ കാരണമല്ലേ അമ്മയും അച്ഛമ്മയും സങ്കടപ്പെടുന്നത്. എന്നിൽ അവനോടുള്ള ദേഷ്യം കൂടിക്കൊണ്ടേയിരുന്നു. ഭാഗ്യേ, അച്ഛമ്മ അമ്മയെ വിളിച്ചു. അമ്മയുടെ കുട്ടികൾ പോയി വിശക്കുന്നതിന് എന്തേലും കഴിച്ചിറങ്ങിക്കോളി. വെളുപ്പിനുള്ള ബസ്സിന് നമ്മൾ വൈക്കത്തേക്ക് പോവാണ്. ഇതൊക്കെ ഒന്ന് തണുത്തിട്ട് വരാം. അമ്മ അച്ഛമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ഇനിയിപ്പോ അവരും കൂടെ അറിയില്ല അമ്മേ. അമ്മ അച്ഛമ്മയോട് ചോദിക്കുന്നുണ്ട്. ആ ഒന്നും സാരില്ല, കരഞ്ഞിരുന്ന ആ കുട്ടീനെ ബേജാറാക്കല്ലേ. എന്തായാലും കാവിലെ പൂജ ആയില്ലേ, അതിന് വരാൻ അവർ പറഞ്ഞിട്ടുമുണ്ട്. ചെല്ല്. അച്ഛമ്മ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ അമ്മ എണീറ്റ് അടുക്കളയിലേക്ക് പോയി. വാതിൽ തുറന്ന് ഞാൻ കോലായിൽ വന്നിരുന്നു. എന്തൊക്കെയപ്പോ ഉണ്ടായത് എൻ്റെ ദൈവ. കണ്ണടച്ച് തുറന്നപ്പോഴേക്ക് ആകാംക്ഷ ഇടിഞ്ഞു വീണു. വലിയ റൗഡിയാണത്രേ. കാണാൻ 5 പൈസക്കില്ല. വൈകത്തേക്ക് പോകുന്നതിന് മുമ്പ് അവൻ്റെ ഹുങ്ക ഒന്ന് കുറച്ച് കൊടുക്കണം. അവൻ കാരണമാണ് എൻ്റെ കുടുംബം ഇങ്ങനെ വിഷമിക്കുന്നത്. ഹരഞ്ഞാണം പൊട്ടിച്ചതും പോരാ, വീണ്ടും വന്ന് ഷോ കാണിക്കുന്നു. ഇതിന് ഞാൻ പ്രതികാരം വീട്ടിയിരിക്കും. നിന്നെ അങ്ങനെ 2 കാര്യം നടക്കണ്ട. ഗൗരിയുടെ തനി ഗുണം താൻ കാണാൻ പോകുന്നേയുള്ളൂ. കൊല്ലണം ആ ഡാഷ് മോനെ. എൻ്റെ ഉള്ളിൽ പക കത്തിയാളിക്കൊണ്ടിരുന്നു. കാപ്പിയുമായി അമ്മ അടുത്ത് വന്നിരുന്നപ്പോൾ പുതിയൊരു അംഗത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. അമ്മയെപ്പോലെ ക്ഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അച്ഛനെ പോലെ ഒരു ആൺകുട്ടിയാവണം. എന്നാലേ ജയിക്കാൻ പറ്റൂ. കുറെ വർഷങ്ങളായി ഞാൻ തിരയുന്നവരെയൊക്കെ തകർക്കും. കൂട്ടത്തിൽ നിന്റെ മരണവും എൻ്റെ കൈകൾ കൊണ്ട് തന്നെയാവും. മുന്നേ ഒരു പണി കൂടി ബാക്കിയുണ്ട്. അമ്മ തന്ന കാപ്പിയുമായി ഞാൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. എൻ്റെ അമ്മേ, നടുവിൻ്റെ വേദന നീര് കെട്ടിട്ടുണ്ടെന്നാ തോന്നേ. ഒറ്റ വലിക്ക് കാപ്പി അങ്ങോട്ട് അകത്താക്കി തിണ്ണയിൽ ഗ്ലാസ് വെച്ചിട്ട് വീണ്ടും നടുവിൽ കൈവച്ചിരുന്നു. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരുന്നു. നേരം സന്ധ്യ ആവാറായിരിക്കുന്നു. അസ്തമയ സൂര്യന്റെ ഇളംവെയിൽ കണ്ണിന് മഞ്ഞളിപ്പുണ്ടാക്കുന്നു. പാടത്ത് പണി കഴിഞ്ഞു പോകുന്നവർ തോട്ടിലൊന്ന് മുങ്ങി നിവർന്നാണ് കൊടികളിൽ അണയുന്നത്. ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന കാളിപ്പരുന്ത് ഈ സമയത്തെ സ്ഥിരം കാഴ്ചയാണ്. മനുഷ്യരെ പോലെ പക്ഷികളും കൂടണയാൻ വെമ്പൽ കൊള്ളുന്നു. കോളേജ് വിട്ട് വന്നാൽ കുളിയും ഭക്ഷണവും കഴിക്കലും കഴിഞ്ഞ് കുറച്ച് സമയം TV കാണുമ്പോഴേക്ക് അമ്മ വിളക്കി വെക്കാൻ പറയും. ഇന്നിപ്പോൾ വെറുതെ സമയം പോയി. അഴിതെറ്റിയാൽ ആനയും വീഴും എന്നല്ലേ. ഈ ആനയെ വീഴ്ത്താൻ എന്തൊരു വഴി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ പ്രതികാരം വീട്ടണം. അവിടുത്തെ മാവിൻ കൊമ്പിലിരുന്ന് കാക്കച്ചി പെരും കുറുകല്. ഷിടാ, മനുഷ്യനെ ശ്രദ്ധ പോണു. കാക്കച്ചവിടുന്ന്. നിനക്ക് വേറൊരു മരവും കിട്ടിയില്ലേ? ഉഷ്, നോഷം, ഒന്നിനൊരു സൂര്യം തരൂല. നുരഞ്ഞു വന്ന ദേഷ്യം സഹിക്കാൻ വയ്യാണ്ടായി. ഗ്ലാസ് എടുത്ത് അതിന് നേർക്ക് ഒരു ഏറ് വെച്ച് കൊടുത്തു. ഗ്ലാസ് കല്ലിൽ തട്ടി ഒന്നുകൂടെ ശബ്ദമുണ്ടായി എന്നതല്ലാതെ ഒന്നും ഉണ്ടായില്ല. കൈ ഒഴിഞ്ഞപ്പോൾ കാക്ക അതിൻ്റെ വഴിക്ക് പാറിപ്പോയി. ഇനിയിപ്പോൾ ഗ്ലാസ് ഞാൻ തന്നെ പോയി എടുത്തുകൊണ്ട് വരണ്ടേ. കോപ്പ്. കാര്യങ്ങളൊന്നും അങ്ങോട്ട് ക്ലച്ച് ആവുന്നില്ലല്ലോ TV. വിഷണ്ണയായി താഴേക്ക് കൈയും കൊടുത്ത് ഞാൻ മുകളിലേക്ക് നോക്കിയിരുന്നു. അതെങ്കിലും നടക്കട്ടെ. കുറച്ചു നേരം ആ ഇരുന്നിരുന്നപ്പോഴാണ് ഒരു ഐഡിയ ഇങ്ങനെ തലക്കകത്ത് മിഞ്ഞി തെളിയുന്നത്. നടക്കുമോ എന്നറിയില്ല, എന്നാലും ട്രൈ ചെയ്യാലോ. ഐഡിയ വഴിയെ പറഞ്ഞു തരാട്ടോ. അമ്മ, എന്തു കാര്യത്തിന് അമ്മയുടെ ഒരു കൈസഹായം വേണം, അല്ലെങ്കിൽ ഒരു പുരോഗതി ഇല്ലെന്നേ. അമ്മ, വീണ്ടും ഞാൻ ഉച്ചത്തിൽ വിളിച്ചു. എന്തൊട്ടാണ് കുട്ടി? ആ ദേവജിത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ ഇനി അവൻ ഇങ്ങോട്ട് വരുത്തല്ലേ. അമ്മ പിന്നാമ്പുറത്ത് പാത്രം കഴിക്കാൻ ഇരുന്നേക്കുവാ. അമ്മ അതിലേറെ ഉച്ചത്തിൽ ഇങ്ങോട്ട് തിരിച്ചടിച്ചു. ദേവജിത്ത് മണ്ണാൻ കട്ടയാണ്, അവൻ ഈ വഴിക്ക് വരൂല. അതിനുള്ള പണി ഞാൻ കൊടുത്തോണ്ട്. അമ്മയോടല്ലോ ഒരു ആത്മകഥം പറഞ്ഞതാണ്. എന്റെ ഗോട്ടി എവിടെ? അമ്മ അത് എവിടെയെങ്കിലും എടുത്തു വെച്ചു. തിണ്ണയിരുന്നു കൊണ്ട് ഞാൻ ചോദിച്ചു, ഗോട്ടിയോ? നിനക്കിപ്പോ എന്തിനാ അത്? സാധനം എവിടെ നിന്ന് പറഞ്ഞു തരാതെ അമ്മ ചോദ്യവുമായി എന്നെ നേരിട്ടു.
അത് പിന്നെ എനിക്ക് വൈക്കത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. ഇന്നാള് പോയപ്പോൾ കുഞ്ഞിട്ടും കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു. ഇപ്പോൾ നമ്മൾ പോവല്ലേ, തന്നെയുമല്ല അതിവിടെ വെറുതെ കിടക്കല്ലേ, അപ്പോൾ കൊടുക്കാന്ന് വെച്ചു. അത് ആ വെണ്ണീരിലൊരു അലക്കിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്ത് ആ വെണ്ണീർ മൊത്തം നിലത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ്. ഒന്നും എവിടെയും വെടുപ്പാക്കി വെക്കില്ല, വെച്ചത് വലിച്ചെടുക്കുകയും ചെയ്യും. അമ്മ ദേഷ്യസ്വരത്തിൽ പറഞ്ഞ് തൻ്റെ ജോലിയിൽ മുഴുകി. അമ്മയുടെ ശ്രദ്ധ തിരിഞ്ഞതും ഞാൻ ഇറങ്ങി സാധനം തപ്പിപ്പിടിച്ചു. പറഞ്ഞതുപോലെ വെണ്ണീർ മൊത്തം മുറ്റത്തെ വിതർ ഗോട്ടിക്കുപ്പിയിലെ പൊടി തുടച്ച് അമ്മയുടെ അടുത്ത് വന്നിരുന്നു. നിന്നെ വെച്ച് ഞാനൊരു കളി കളിക്കും, പതിയെ പറഞ്ഞ് അടുപ്പ് തുറന്ന് ഗോട്ടി കൽമടിയിലിട്ട് കുലുക്കി. ആ ശബ്ദം കേട്ടതും അമ്മ എൻ്റെ മുഖത്തേക്കും പിന്നെ അകത്തേക്കും ഒന്ന് നോക്കി. അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. അടിഭാഗം നനഞ്ഞ നൈറ്റ് പോക്കി പിടിച്ച് അമ്മ അകത്തേക്ക് കയറി. എന്ത് കാര്യം? അമ്മ പോയ വഴിയെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. വല്ല ഇഞ്ചി മിഠായി ആയിരിക്കും. നിസ്സാരമട്ടിൽ തള്ളിക്കളഞ്ഞ് ഞാൻ വീണ്ടും ഗോട്ടി ഇളക്കിക്കൊണ്ടിരുന്നു. ഇന്നത്തെ പരീക്ഷണം വിജയിച്ചാൽ നാളെ രാവിലെ അവൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ചിരി വരുന്നുണ്ട്. ഞുണ്ടി ദേവജിത്ത് എന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആസുരൻ. ഗൗരിയെ, ഒന്ന് ഇത്രയിടം വരെ വന്നേ. അകത്തുനിന്ന് അച്ചമ്മയുടെ ശബ്ദം. ഇതാ വരണ അച്ചമ്മേ. ഗോട്ടിയും കൊണ്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. അച്ചമ്മ വിളിക്കുന്നത് കേട്ട് ഗൗരി അകത്തേക്ക് ചെന്നു. അച്ചമ്മ കട്ടിലിൽ ചാരിയിരിക്കുന്നു. അമ്മ കവറിൽ നിന്നും എന്തോ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അമ്മയുടെ കയ്യിൽ കിടന്ന് തിളങ്ങുന്ന മാണിക്കക്കല്ല് അവൾ കണ്ടു. എന്താ അമ്മയുടെ കയ്യില്? കുഞ്ഞു കുട്ടികളെ പോലെ അവൾ ആകാംക്ഷയോട് ചോദിച്ചു. എന്താന്ന് നോക്കും, എൻ്റെ കുട്ടിൻ്റെ ആഗ്രഹം പോലെ അമ്മ വാങ്ങിയതാണ്. ഓടിച്ചൊന്ന് ഗോട്ടിക്കുപ്പി നിലത്ത് വെച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് അവൾ അത് ശ്രദ്ധയോടെ എടുത്തു. വെള്ളക്കല്ലുള്ള ഒരു കുഞ്ഞു മുക്കുത്തി. അമ്മ, ഇത് പൊന്നല്ലേ? ഒത്തിരി പൈസ ആയില്ലേ? അമ്മയുടെ ചിട്ടി കിട്ടി മോളെ. ഇത് മാത്രമല്ല, അമ്മന്റെ ചുന്ദരിക്ക് നിറയെ കിളക്കുമുള്ള വെള്ളിപ്പാദസവും വാങ്ങിയിട്ടുണ്ട്. മറുപടി പറയാതെ ഷോക്കടിച്ച പോലെ ഗൗരി ഇങ്ങനെ തരിച്ചു നിൽക്കുന്നത് കണ്ട് അമ്മ അവളെ കുലുക്കി വിളിച്ചു. കാല് കാണിച്ച്, ഞാൻ മുറുക്കിത്തരാം. മുക്കുത്തിയും പാദസരവും ഒന്നിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഗൗരി വേറെ ഏതോ ലോകത്തായിരുന്നു. വർഷങ്ങൾ ആഗ്രഹിച്ചു നടന്നത് ഇന്ന് വന്നെത്തിയിരിക്കുന്നു. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്. പാതിരാത്രി ദേവജത്തിന് പണി കൊടുക്കണ്ടേ? കുലിസിട്ട നട്ടപ്പാതിരയ്ക്ക് എണീക്കുമ്പോൾ ശബ്ദം അമ്മ കേൾക്കുമോ ആവും. കുതിച്ചത് കിട്ടിയത് അണിയാനും ആഗ്രഹമുണ്ട്. പക്ഷേ ഒടുവിൽ അമ്മ തന്നെ കാലിൽ അണിയിച്ചു തന്നു. നല്ല ഭംഗി. പക്ഷെ വാങ്ങി തന്ന സമയം മോശമായോ എന്നൊരു ശങ്ക. മുഖത്തെയും കൊണ്ട് നേരെ കണ്ണാടി വെച്ചിടത്തേക്ക് പോയി. ചെറുതായി ഒന്ന് വേദനിച്ചെങ്കിലും മുഖത്തൊരു ഐശ്വര്യം വന്ന പോലെ. മടക്കി കെട്ടിയിരുന്ന കാർക്കൂന്തൽ അയച്ചിട്ട് കൺമശ ടപ്പി തുറന്നും വാലിട്ട് കണ്ണെഴുതി ഒരു പൊട്ടും തൊട്ടും. ഇത്ര നേരമായിട്ട് കുളിച്ചിട്ടില്ല എന്ന കാര്യം ഓർത്തപ്പോൾ ചിരി വന്നു. അതിനിടയ്ക്ക് അച്ചമ്മയുടെ മാസ് ഡയലോഗും, കുളിക്കാണ്ടാണ് എൻ്റെ കുട്ടി ഭംഗിയെന്ന്. അതുകൊണ്ട് ഞാൻ ഇനി തീരെ കുളിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് മടിയാണ്. ദേവി, ഞാൻ അസ്സൽ ശീലാവി തന്നെ. എനിക്ക് ആരുടെയും കണ്ണ് തട്ടാതിരിക്കണേ. അച്ചമ്മ കേൾക്കെ അവൾ ഉറക്കെ പറഞ്ഞു. ഇത് കേട്ടത് അച്ചമ്മയ്ക്ക് ചിരി വന്നു. അത് പറഞ്ഞ നേരെ തന്നെയാണ്. എന്നാലും ശാസന സ്വരത്തിൽ, പോയി വിളക്കി വെക്ക് കുട്ടി എന്നും പറഞ്ഞ് കാലും നീട്ടിയിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഗൗരി അതീവ സന്തോഷത്തിലാണ്. ആഗ്രഹിച്ചതൊക്കെ കിട്ടിയിരിക്കുന്നു. ഇനി അവൻ ദേവ്, അവനെ കൂടി തകർക്കണം. അമ്മ നിർബന്ധം പിടിച്ചപ്പോൾ മേലെ കഴുകി വന്ന് ഗൗരി കോലായിൽ വന്നിരുന്നു. അമ്മയും അച്ചമ്മയും ഉറങ്ങിയിട്ട് വേണം പണി തുടങ്ങാൻ. അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. ഒരു കത്രയെ കൂടി സംഘടിപ്പിക്കണം. അങ്ങനെ ഒരു സാധനം പേരിനുണ്ട്, ഒരു ഉപകാരത്തിനും പറ്റൂല. അവൾ പിറുപിറുത്തു. ഗൗരിയുടെ ആലോചന അമ്മ ശ്രദ്ധിച്ചിരുന്നു. ഒറ്റയ്ക്കുള്ള സംസാരം തന്നെയായിരുന്നു പ്രധാന കാരണം. ഈ സംഭവത്തിൽ അവൾക്ക് ഭയമുണ്ടെന്നാണ് അവർ കരുതിയത്. പക്ഷെ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന കാര്യമൊന്നും അമ്മയുടെ ചിന്തയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ അച്ചമ്മ കാര്യങ്ങൾ ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൻ്റെ പേരക്കുട്ടി അവളുടെ അച്ഛനേക്കാളും വലിയ പോരാളിയാണെന്ന് തെളിയിക്കാനുള്ള സമയം അടുത്തിരിക്കുന്ന എന്നൊരു തോന്നൽ അവരിലുണ്ടാക്കി. ഗൗരിയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടായി. തങ്ങളുടെ ജീവൻ അപകടത്തിലാവുമെന്ന് അവർ കണക്ക് കൂട്ടി. അതുകൊണ്ട് വൈക്കത്തേക്ക് പോകണം എന്ന് പറഞ്ഞത് വാശി മാറും വരെയും അവിടെ എന്നേ പറ്റൂ. അവർ ഇടയ്ക്കിടെ അവളെ വീക്ഷിക്കുന്നുണ്ട്. ഗൗരിക്ക് എന്തേലും കൊടുത്തു ഉറക്കാൻ നോക്കുമെന്നും അവർ ഭാഗ്യമ്മയോട് പറഞ്ഞു. വെളുപ്പിന് 5:30 ബസ്സിന് പോകണം എന്ന് ഗൗരി കേൾക്കെ അച്ചമ്മ പറഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കുന്നില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഗൗരി ആവട്ടെ ഈ സമയം എങ്ങനെ ഇല്ലത്ത് കയറിപ്പറ്റും എന്ന ചിന്തയിലായിരുന്നു. പുറത്തുനിന്ന് കാണും എന്നല്ലാതെ ഇല്ലവുമായി നേരിട്ട് ബന്ധവുമില്ല. അമ്മ വന്ന് കഴിക്കാൻ വിളിച്ചപ്പോൾ യാന്ത്രികമായി ചെന്നു. എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി. വേഗം എണീറ്റ് പായ വിരിച്ചു അതിൽ വന്ന് കിടന്നു. പാവിൻ്റെ കുട്ടി, നല്ല ഭയമുണ്ടെന്ന് തോന്നുന്നു. അമ്മ അച്ചമ്മയുടെ വേവലാതിയോടെ പറയുന്നത് അവൾ കേട്ടു. ഭയമോ? ഗൗരിക്കോ? അവൾ കണ്ണടച്ചുകൊണ്ട് ചെറുചിരിയോടെ വായ പൊത്തിപ്പിടിച്ചു. അല്ല കുട്ടി, ഇന്ന് ചന്ദനമയൊന്നും കാണണ്ടേ? അമ്മയുടെ വഴിയാണ് ഡയലോഗ്.
പറഞ്ഞ പോലെ അമൃത കുന്നിന് മുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കാണല്ലോ. വല്ല കുരങ്ങനെ എടുത്തോണ്ട് പോകുമോ? കണ്ട എനിക്ക് കരയേണ്ടി വരും. കൊണ്ടാലും വല്ല കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു മഹായജ്ഞം നടക്കാൻ പോവാണ്. വെറുതെ കരഞ്ഞു ഒരു ഉന്മേഷവും കിട്ടൂല, അവൾ മനസ്സിൽ പറഞ്ഞു. ഞാനെങ്ങുമല്ല, അമ്മ കണ്ടോ, എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞ് ഗൗരി വേഗം തിരിഞ്ഞു കിടന്നു. പാതിരാത്രിയായിട്ടും കുളക്കടവിലെ പടിക്കെട്ടിലിരിക്കുകയാണ് ദേവജിത്ത്. എത്ര ശ്രമിച്ചിട്ടും ഉറക്കം തൻ്റെ കൺപോളകളെ തേടി വരാത്തത് കാരണം എണീറ്റ് വന്നതാണ്. തെളിഞ്ഞ വെള്ളത്തിൽ കാണുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി അവൻ അല്പസമയം നിന്നും. കാറ്റിൽ ഒഴുകിയെത്തിയ പാലപ്പൂവിൻ്റെ ഗന്ധം അവൻ്റെ നാസികയിലേക്ക് തുളച്ചു കയറി. അതിൻ്റെ മനം മഴിക്കുന്ന സുഗന്ധത്തിൽ ഏറെ നേരം അവൻ ലയിച്ചു നിന്നു. രാവിലെ ഗൗരിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അവൻ്റെ ചിന്തയിൽ എവിടെയും ആ സമയം ഗൗരി ഉണ്ടായിരുന്നില്ല. തുടരെ തഴകി തലോടുന്ന മന്ദമാരുന്നത്തിൽ പാറിപ്പറക്കുന്ന മുടി വകഞ്ഞു വെച്ചുകൊണ്ട് അവൻ വെള്ളത്തിലേക്ക് കാലു നീട്ടി. വെള്ളം തട്ടിയതും തണുപ്പ് കാരണം അവൻ്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റു നിന്നു. കണ്ണാ! പിറകിൽ നിന്ന് ഒരു ചിലമ്പിച്ച ശബ്ദം. തന്നെ തിരഞ്ഞാരോ വന്നിരിക്കുന്നു എന്നവന് മനസ്സിലായി. ശബ്ദത്തിന്റെ ഉറവിടം തേടി അവൻ തലതിരിച്ചു. വാതിൽക്കിലേക്ക് നീണ്ടുവരുന്ന നിഴൽ വെട്ടം അവൻ കണ്ടെങ്കിലും കണ്ണെടുക്കാതെ അവിടേക്ക് തന്നെ നോക്കി നിന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും കുളത്തിലേക്കുള്ള പടിക്കെട്ടിലേക്ക് ഒരു സ്ത്രീ വന്നിറങ്ങി. ഓപ്പോൾ അവരെ കണ്ടപാടെ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഞൊടിയിടയിൽ കുളത്തിലേക്ക് ചാടി ഒന്ന് മുങ്ങി നിവർന്നവൻ പടിക്കെട്ടിലേക്ക് കാലെടുത്തു വെച്ചു. നാഗദേവതേ നമോ നമ, അവൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. ആ സമയം വരെയും അവനെ വീക്ഷിച്ചു കരയിൽ നിന്നിരുന്ന കരിനാഗം കരിക്കുള്ളിലൂടെ ഇഴഞ്ഞു നീങ്ങി. ഇരുളിൽ നിൽക്കുന്ന ഓപ്പോളുടെ കരതലത്തിൽ പതിയെ പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. അർദ്ധരാത്രി കഴിഞ്ഞ് ഗൗരി മെല്ലെ കണ്ണു തുറന്നു. തലയിണയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന തീപ്പെട്ടിയെടുത്ത് ഉരസി വിളക്ക് തെളിച്ചുകൊണ്ട് അവൾ ചുറ്റും നോക്കി. അവരുറങ്ങിയെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി ഗൗരി പതിയെ എണീറ്റു. വിളക്കിൽ മണ്ണെണ്ണയില്ലെന്ന് തോന്നുന്നു. ചെറിയ തോതിലുള്ള വെട്ടമേ അതിനുള്ളൂ. കോലായിലെ വാതിൽ തുറക്കാതെ നേരെ അടുക്കലിലേക്ക് ശബ്ദമില്ലാതെ നടന്നു. വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് നിലത്ത് കാലമറന്നത് കൊണ്ട് മണ്ണ് മെഴുകിയ തറ പൊടിവെള്ളൽ വീഴുന്ന ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിച്ചു. ചെറിയ എന്തെങ്കിലും ശബ്ദം കേട്ടാലേ അച്ചമ്മ ഉണരും. ലക്ഷ്യം പിഴപ്പിക്കില്ല ദേവി. അടുക്കള വാതിലിനടുത്തെത്തിയതും ഒരു ദീർഘശ്വാസം അവളിൽ നിന്നും ഉയർന്നു. തുരുമ്പെടുത്ത് തുടങ്ങിയ കുറ്റി പതിയെ താഴ്ത്തി വാതിൽ തുറന്നുകൊണ്ടവൾ പുറത്തിറങ്ങി. രക്ഷപ്പെട്ടു. പുറത്തിറങ്ങിയതും അവൾ ശ്വാസം മാഞ്ഞു മുകളിലേക്ക് വലിച്ചു. അമ്മിത്തിണയിൽ വെച്ചിരുന്ന ഗോട്ടിക്കുപ്പി ശബ്ദം ഉണ്ടാക്കാതെ എടുത്തു. പുറത്തേക്ക് വെളിച്ചില്ലാതെ ഇറങ്ങാൻ കൂട്ടാക്കാതെ ഗൗരി വിളക്ക് കെടുത്തി കനത്തിരുട്ടിലേക്ക് നടന്നു നീങ്ങി.